ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. വീഡിയോ ഈദ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ഡേ ആയി, എങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ടാക്കാം. നമ്മൾ രാവിലെ ഇന്നലെ തന്നെ ചിക്കനും ബീഫൊക്കെ വാങ്ങിയിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അത് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഐസും കെട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ. ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഐസൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കുന്ന ബീഫ് വരട്ടണം, സേമി പായസം വെക്കണം, പിന്നെ വേറെന്താ, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനിതവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നങ്ങോട്ട് സ്പീഡ് ചെയ്ത് പോവാം. കാരണം ഇപ്പം തന്നെ 5:15 മണി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ടങ്ങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് മന്തിക്കുള്ള റൈസ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1.5 kg അരിയാട്ടോ എടുക്കുന്നത്. അത് നമുക്ക് അളന്നിട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. കാരണം മന്തി ആയതുകൊണ്ട് അരി കുതിരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 kg അരി വലിയൊരു പാത്രത്തിലിട്ടിട്ട് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഷമീർക്ക എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായക്ക് കുടിച്ചിട്ട് ബീഫിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നുണ്ട്. പിന്നെ മന്തിയിലേക്കുള്ള ഉള്ളിയും ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റത്. അപ്പോൾ ഇതാ ബീഫൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ബീഫ് മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബീഫിൻ്റെ ആ ഒരു ഗ്രേവി ഒന്നും പുറത്തേക്ക് ഇങ്ങനെ വിസിലിൻ്റെ ഉള്ളിൽ കൂടി വരില്ല. അങ്ങനെ വിസിലിട്ടിട്ട് വെയിറ്റിട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊരു 3-4 വിസിലടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സേമിയ പായസത്തിന് വേണ്ടിയിട്ട് ഇതാ സേമിയ ഞാൻ ഇവിടെ വറുക്കാനിട്ടിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ആകെയിൽ ഞാൻ കുറച്ചൊരു 1/2 ലിറ്റർ പാലിൻ്റെ സേമിയ പായസം മാത്രമേ വെക്കുകയുള്ളൂ. കാരണം നമ്മൾ തലേദിവസം തന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതാണ് ഞാൻ ആക്കിയത് കേട്ടോ. പായസം പിന്നെ രാവിലെയൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഞാൻ സേമിയ വറുത്തതിന് ശേഷം ആ ഒരു ഫ്രൈ പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് കാരമൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്നൊരു ഗോൾഡൻ കളർ, ഒരു മെറൂൺ കളറായി വന്നാൽ ഓവറായി പോകണ്ട, ഒരു നല്ലൊരു കളറായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മുടെ പഞ്ചസാര എന്ത് ചെയ്യുന്നതിനാൽ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. അത് ഒന്ന് പാലിങ്ങ് തിളക്കുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. അങ്ങനെ പാലൊക്കെ നന്നായി തിളച്ചപ്പോൾ ഞാനതിലേക്ക് വറുത്ത് വെച്ച് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് പായസം ഒന്ന് കുറുകി വരുന്ന ടൈമിന് ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് മിൽക്ക് മെയ്ഡ് ഇട്ടാലും മതി കേട്ടോ. ഇത്തിരി ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡിയായി. ഞാനതിലേക്ക് കുറച്ച് നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സേമിയ പായസമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നേരത്തെ ആക്കി വെച്ചതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഇടയ്ക്കൊന്നിങ്ങനെ ക്ലീനാക്കിയില്ലെങ്കിൽ പിന്നെ കുറേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ തുടച്ചിട്ടും പാത്രം കഴിയിട്ടൊക്കെ ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മയോണൈസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ആ ഒരു പണിയോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മന്തീൻ്റെ പ്രിപ്പറേഷൻസ് കുറച്ചുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ മന്തി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ വലിയൊരു പാത്രത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് ചിക്കന് ഒന്ന് പെരക്കിയെടുക്കാം കേട്ടോ. എല്ലാം ഇട്ടിട്ട് ഞാനിവിടെ ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ മന്തി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണും കേട്ടോ. ഞാനിവിടെ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ മന്തിക്കുള്ള എല്ലാ സാധനവും ഇട്ടിട്ട് ഇനിയിപ്പോൾ ചിക്കനിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്രാവശ്യം മന്തി വെക്കുമ്പം ഞാൻ മുമ്പത്തെ പോലെ മന്തിയല്ല വെച്ചത്,
ആ ഒരു മന്തിയും കുക്കറിലാണ് വെച്ചത്, നല്ല മന്തി തന്നെയായിരുന്നു. ഇത് ചിക്കനും ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ വേവിച്ചെടുത്തത്. അല്ലാണ്ട് ഞാൻ കുക്കറിൽ അങ്ങനെ ചിക്കൻ വേവിക്കലില്ല. ഈ ആക്കുന്ന വട്ടയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കൽ. ഇപ്രാവശ്യം കുക്കറിലേക്ക് മാറ്റിയിട്ട് അത് ചിക്കനും എടുത്തിട്ട് ഞാൻ പിന്നെയും പെരക്കിയിട്ട് പൊരിച്ചിട്ടുണ്ട്. ഈ മന്തി കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മന്തിയാണ്, നല്ല ടേസ്റ്റുള്ള മന്തിയാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ രീതിക്ക് മന്തി വെക്കുന്ന റെസിപ്പി വീഡിയോ ഞാൻ പിന്നെ ഇടാം. മുമ്പ് ഞാൻ മന്തി റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു പോയി കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള മന്തി തന്നെയാണ്. ഇതെനിക്ക് ഒന്നും കൂടി സിമ്പിളായി തോന്നി. എന്താണ്, നമ്മൾ മസാലയും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അരിയും കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ മന്തി അങ്ങനെ അരി വേവിച്ച് ഊറ്റുന്ന ഒരു മന്തി ഉണ്ടാക്കലില്ല. ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കാം. അങ്ങനെ ഇതാ മന്തിൻ്റെ ചിക്കൻ നന്നായി പെരക്കിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കുക്കറിൽ നിരത്തി വെച്ചെടുത്തിട്ട് ഒറ്റൊരു വിസിൽ അടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ചിക്കൻ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ അതവിടെ വേവാൻ വെച്ചിട്ട് ഞാൻ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയ. പിന്നെ ദോശ ഇട്ടിട്ട് എല്ലാവരും കൊടുത്തു കേട്ടോ. രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ടൊക്കെ പള്ളിയിൽ പോയാൽ വിശക്കൂലേ. അപ്പോൾ പള്ളി കഴിഞ്ഞ് മുമ്പേ തന്നെ ഒന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ദോശയ്ക്ക് ചുട്ടിട്ട് എല്ലാവർക്കും ചായ കൊടുത്തു. പിന്നെ ചിക്കൻ ഞാൻ അതുപോലെ 2 പ്രാവശ്യമായിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു മസാല തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിട്ട് ഞാനിവിടെ കുക്കർ വിസിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കന് ഒന്നുകൂടി ഒന്ന് മഞ്ഞളും മുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ചിക്കൻ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് പെരക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇതാ ഇവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി കുറുകിയാൽ നമുക്ക് ബീഫ് കറി ഇവിടെ മാറ്റി വെക്കാം. ഞാനിതൊക്കെ ആക്കുന്ന ടൈമിൽ ഇതായിരിക്കാം കുളിയൊക്കെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ ആളെയും പറഞ്ഞയച്ച് ഞാനും മോളും പിന്നെ മുഖത്ത് കുറച്ച് ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. അന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പം നമുക്ക് വട്ടയിലേക്ക് ഇട്ട് ദമ്മിടാം. ഇതാ വലിയൊരു പാത്രത്തിലേക്ക് കുക്കറിന് ചോറ് മാറ്റാം. കറക്റ്റ് വേവേനു കേട്ടോ. ഇനിയിപ്പം നേരത്തെ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ച കുക്കറിൻ്റെ അകത്തുനിന്ന് കുറച്ച് ആ മസാല ഞാൻ വെള്ളത്തോടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചോറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് നമുക്ക് ഈ ചോറിലേക്ക് അങ്ങ് നിരത്തി കൊടുക്കാം. ചിക്കന് മൊത്തത്തിൽ ആ ചോറിൻ്റെ സൈഡിലേക്ക് മൊത്തം നിരത്തി കൊടുത്താൽ ഇനിയിപ്പം നമുക്ക് സ്മോക്ക് വെക്കാം. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചിരട്ട കത്തിച്ചതോ അല്ലെങ്കിൽ വിറകിൻ്റെ ആ കണലോ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചാൽ ഒരു 20 മിനിറ്റ് അങ്ങനെ നിന്നോട്ടെ. പിന്നെ 4-5 പച്ചമുളക് നമുക്ക് അങ്ങനെ ടേസ്റ്റ് വേണമെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ ആക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതാ മുഖത്തിട്ട ഫേസ് പാക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്നിനി കഴുകിയെടുക്കാം. അതിൻ്റെ മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കത് ചെയ്യുമ്പോൾ നല്ലൊരു മുഖത്തൊരു നല്ലൊരു
ഗ്ലോ കിട്ടുന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. അങ്ങനെ ഇതാ മുഖമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു മാറ്റം കണ്ടോ? ഒരു കുറച്ച് നേരത്തൊക്കെ ആണെങ്കിലും ആ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ പാസ്സാക്കണം. അപ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് പാത്രം കഴുകിയെടുക്കാം. കാരണം പള്ളി കഴിയുന്ന ആ ഒരു ടൈമായി. ഇനിയിപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് ബാക്കിയുള്ള എല്ലാ പണിയുണ്ട്. കാരണം അടിക്കാനും തുടക്കാനും അലക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അടുത്തോടെ കാണുന്നവർക്ക് ബൈ ബൈ.